വേനൽ കടുത്തതോടെ വീടുകളിലെ വൈദ്യുത ഉപഭോഗം കുത്തനെ കൂടി. കൊടും ചൂടിൽ വിയർക്കുന്ന മലയാളികൾക്ക് ഇപ്പോൾ കറണ്ട് ബില്ല് കണ്ടാൽ തളർന്നു വീഴുന്ന അവസ്ഥയാണുള്ളത്. എങ്കിൽ ആശ്വസിക്കാൻ വരട്ടെ, കറണ്ട് ബില്ല് ഇനിയും കുത്തനെ കൂടും. വേനൽ കടുത്തതോടെ കുടുംബ ബജറ്റും താളം തെറ്റിയ അവസ്ഥയിലാണ്. കൊടും ചൂടിൽ വിയർക്കുന്ന മലയാളികൾ ഇപ്പോൾ കറണ്ട് ബില്ല് കണ്ടാൽ തളർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. മാത്രമല്ല, ഇറാനെതിരായ US-ഇസ്രയേൽ ആക്രമണം അതിരുവിടുമ്പോൾ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലെയും ബാധിച്ചു തുടങ്ങി. LPG ലഭ്യത, പഴം, പച്ചക്കറി, സമുദ്രോൽപ്പന്ന കയറ്റുമതി രംഗത്തുള്ളവരും വൻ പ്രതിസന്ധിയിലാണ്. ആയതിനാൽ തന്നെ ഇനി കറണ്ട് ബില്ലും ഞെട്ടിക്കും. കഴിഞ്ഞ തവണ വന്നതിന്റെ ഇരട്ടിയാണ് മിക്ക വീടുകളിലും ഇപ്പോൾ കറണ്ട് ബില്ല് വരുന്നത്. വരുമാനം കൊണ്ട് ഒത്തുവരുന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും AC വെക്കണമെന്ന് സാധാരണ കുടുംബങ്ങളിൽ പോലും പറയുന്നത്. ചൂട് കാരണം രാത്രി പോലും ഉറങ്ങാൻ പറ്റാതായതോടെയാണ് AC-യിൽ ഭൂരിഭാഗം പേരും അഭയം പ്രാപിക്കുന്നത്. ഇതോടൊപ്പം നിർത്താതെ ഫാനുകളും കൂടിയാകുമ്പോൾ കറണ്ട് ബില്ല് കുത്തനെ ഉയരും. 2 AC ഉണ്ടെങ്കിൽ 8000 മുതലാണ് ബില്ല്. വെള്ളത്തിന്റെ ബില്ല് വേറെയും വരും. കറണ്ട് ബില്ല് ഇരട്ടിയായതോടെ കുടുംബ ബജറ്റും താളം തെറ്റിയ അവസ്ഥയിലാണെന്ന് വീട്ടുകാർ പറയുന്നു. വീടിനകത്തും പുറത്തുമെല്ലാം സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണിന്നുള്ളത്. വേനൽക്കാലത്ത് AC, ഫാൻ, ഫ്രിഡ്ജ് എന്നിവയുടെ എല്ലാം ഉപയോഗവും കുതിച്ചുയരുന്നതോടെ ഇലക്ട്രിസിറ്റി ബില്ലും മാനം തൊടും. അതിനിടയിൽ പശ്ചിമേഷ്യയിൽ തുടരുന്ന ഇറാൻ-ഇസ്രയേൽ യുദ്ധം ഇന്ത്യൻ അടുക്കളയെയും പ്രതിസന്ധിയിലാക്കുകയാണ്. രാജ്യത്ത് പാചകവാതകത്തിന് കടുത്ത ക്ഷാമം നേരിടാൻ തുടങ്ങിയതോടെ ബദൽ മാർഗം എന്ന നിലയിൽ ഇൻഡക്ഷൻ കുക്കറുകളുടെ വിൽപ്പനയിൽ വൻ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇൻഡക്ഷൻ സ്റ്റൗകളുടെ വിൽപ്പന 30% ഇരട്ടിയിലധികം വർദ്ധിച്ചുവെന്നാണ് വ്യാപാരികളും പറയുന്നത്. ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 90% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് യുദ്ധത്തെ തുടർന്ന് ഭാഗികമായി അടഞ്ഞതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ഇതോടെ സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്യാസ് വരവ് ഗണ്യമായി കുറഞ്ഞു. ഗ്യാസ് സിലിണ്ടറുകൾക്ക് കടുത്ത ക്ഷാമം നേരിടുമെന്ന വാർത്തകൾ പരന്നതോടെ മെട്രോ നഗരങ്ങളിലെ ജനങ്ങൾ മുൻകരുതലെന്ന നിലയിൽ ഇൻഡക്ഷൻ കുക്കറുകൾ കൂട്ടത്തോടെ വാങ്ങിക്കൂട്ടുകയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിതരണത്തിന് നിയന്ത്രണം വന്നതോടെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഇൻഡക്ഷൻ ഹീറ്ററുകളിലേക്ക് മാറാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എന്നാൽ അമിതമായ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗം കറണ്ട് ബില്ല് ഗണ്യമായി വർദ്ധിപ്പിക്കും. 2000 വോൾട്ടിന്റെ ഒരടുപ്പ് ദിവസവും 2 മണിക്കൂർ ഉപയോഗിച്ചാൽ മാസത്തിൽ ഏകദേശം 120-150 യൂണിറ്റുകൾ വരെ അധികം വരാം. ഇത് ഗ്യാസിനേക്കാൾ ചെലവേറിയതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറണ്ട് ബില്ലും ഇനി പൊള്ളും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.